ഹലോ, ഇന്നൊരു ഫോർത്ത് സാറ്റർഡേ ആണ്. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകണ്ട. ആവശ്യത്തിന് ഉറങ്ങി. നല്ലോണം ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഞാൻ ഈ ക്യാമറ വെച്ചത് മറന്നുപോയി കേട്ടോ. ഞാൻ അവിടെ വന്നിരുന്നപ്പോഴേക്കും നമ്മുടെ അടുത്ത വീട്ടിലെ കുഞ്ഞ് അംഗനവാടി പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമായിരുന്നേ. അങ്ങനെ അവളെ അടുത്ത് കുറച്ച് നേരം കൊഞ്ചിച്ച് അവളുടെ അടുത്ത് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. സാധാരണ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മാക്സിമം ഫോണ് നോക്കാറില്ല കേട്ടോ. ഒരു അരമണിക്കൂർ എന്തായാലും ഞാൻ ഫോണെടുത്ത് മാറ്റി വയ്ക്കും. വേറെ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ അങ്ങനെ ഒന്നും നോക്കാറില്ലേ. ഞാനിങ്ങനെ വന്ന് വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ ടെറസിലോ കയറാറുണ്ട് സാധാരണ. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്തിരുന്ന് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരാം. ഇത് നമ്മുടെ തൊട്ടടുത്ത വീടാണ്. അവിടെ ഇങ്ങനെ വെയിലൊന്നുമില്ല. പണ്ടുണ്ടായിരുന്നു, പിന്നെ എൻ്റെ കല്യാണ സമയത്ത് അത് അവരെടുത്ത് മാറ്റിയതാണ്. നമുക്കങ്ങനെ ഇവിടെ ആർക്കും വലിയ മതിലൊന്നും പടിയുന്ന സെറ്റപ്പൊന്നുമില്ല കേട്ടോ. എല്ലായിടത്തും വെയിലാണ്. അങ്ങനെ എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള കുറച്ച് ചെടികളൊക്കെ നോക്കി. വളരെ കുറച്ച് ചെടികളേ ഉള്ളൂ കേട്ടോ. കാരണം ഇത് തന്നെ ഈ ചെടികളൊന്നും വലിയ കെയർ കൊടുത്തിട്ട് വളരുന്ന ചെടികളും അല്ല. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 15 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ കടലാണേ. അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് ചെടികളൊന്നും ഇവിടെ വളരില്ല. അമ്മ അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും വെക്കാറുമില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ മൊത്തത്തിലെല്ലാം ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. അപ്പം നമ്മുടെ സൈഡിലുള്ള വാഴ കുലച്ചിട്ടുണ്ടായിരുന്നേ, അത് ഞാൻ നോക്കി. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെയൊക്കെ കാണുമ്പോൾ എത്ര നാളായി ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഞാൻ കണ്ടിട്ട് അറിയോ. അങ്ങനെ വാഴയൊക്കെ നോക്കി. നമ്മുടെ ഈ സപ്പോട്ട മരത്തിൽ നിറച്ച് സപ്പോട്ടയുണ്ട്. പക്ഷെ ഒരെണ്ണം പോലും ഞങ്ങൾക്ക് കിട്ടാറില്ല കേട്ടോ. വവ്വാൽ കഴിക്കും. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുഞ്ഞു കുഞ്ഞു പിള്ളേരൊക്കെ പിച്ചിക്കൊണ്ട് പോകും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബീച്ചിൻ്റെ സൈഡ് വരെയൊക്കെ ഒന്ന് പോയി. ഒന്ന് കടലൊക്കെ കാണുന്നുണ്ടേ. സോ ഇതായിരുന്നു എൻ്റെ മോർണിംഗ് ആക്ടിവിറ്റി. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ആരും ചെയ്യണില്ല.